ഹലോ, ഈ സ്ഥലം എല്ലാവർക്കും പരിചയമുണ്ടായിരിക്കും. ഇത് പട്ടുമലപ്പള്ളിയാണ് കേട്ടോ. അതായത് പീരുമേട്ടിൽ സ്ഥിതി ചെയ്യുന്ന പട്ടുമല എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളി. പാമ്പനാറിൽ നിന്ന് നമ്മൾ കുമളിക്ക് പോകുന്ന റൂട്ടിൽ ഈ പള്ളി കാണാൻ പറ്റും. എല്ലാവർക്കും അറിയായിരിക്കും, വീഡിയോസിലൊക്കെ കണ്ടുണ്ടായിരിക്കും. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് ഉള്ളൊരു പള്ളി ഇടുക്കിയിൽ ആദ്യമൊന്നുമല്ല, പക്ഷെ അതിലൊന്നാണ് ഈ പള്ളി. ഇത് നേരത്തെ ഈ പ്രദേശം തേയിലത്തോട്ടങ്ങൾക്ക് പേര് കേട്ട ഒരു സ്ഥലമായിരുന്നു. പിന്നീടാണ് ഇത് വേളാങ്കണ്ണി മാതാവിനോടുള്ള ഒരു ഭക്തിയുടെ ഭാഗമായിട്ട് ഇവിടെ പള്ളി എത്തിപ്പെടുന്നത്. ഈ പള്ളിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതായത് കുറേ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലാണ് ഈ പള്ളി നിൽക്കുന്നത്. നമ്മൾ ഈ വഴിയും നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യൂ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇപ്പം ഈ തീർത്ഥാടന കേന്ദ്രമൊക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർ ഇവിടെ എല്ലാ വർഷവും വരാറുണ്ട്. ഇനി പള്ളി ഇരിക്കുന്ന ആ സ്ഥലം ഞാൻ താഴെ നിന്നുള്ള ഒരു വ്യൂ ആദ്യം കാണിച്ചില്ലായിരുന്നു. അതിൻ്റെ പുറകോട്ടും ഇതുപോലെ തന്നെ ഒരു ഭയങ്കര മലയും കുന്നും കാടും ഒക്കെ. മൊത്തത്തിൽ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ പള്ളിയിൽ കുറച്ച് നേരം ഈ പരിസരത്ത് നടന്നാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ചാപ്പൽ പോലെ ഒരു സംഭവം പണിതിട്ടുണ്ട്, ഒരു മാതാവിൻ്റെ. അത് പണിതിട്ട് കുറച്ച് നാളായെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. എന്തായാലും ഞാൻ വന്നപ്പോൾ എന്തായാലും നല്ല കാഴ്ചയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 5:05 ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കാഴ്ചയാണ് കേട്ടോ. പിന്നെ ഈ സംഭവം മനസ്സിലായോ, ഇത് ഓരോ ആൾക്കാർ നിയോഗം വെച്ചിട്ടിങ്ങനെ ഒരു മരമുണ്ട് എൻ്റെ സൈഡിൽ, അവിടെ തൂക്കിയിടുന്നതാണ്. ഇതാണ് ആ ചാപ്പലിൻ്റെ പുറകിലുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇവിടെ നിന്നൊക്കെയുള്ള വ്യൂ എന്ന് പറയുന്നത് അന്യായ വ്യൂ ആയിരിക്കും. ഡ്രോൺ ഷോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഈ പള്ളിയിൽ കുർബാനയൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ ആ താഴത്തെ ബോർഡിലൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഇവിടെ ഇങ്ങനെ സന്ദർശകർ കാണും. ഞാൻ വന്നപ്പോൾ തന്നെ കുറേ പേര് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് പാമ്പനാറിൽ നിന്നൊക്കെ ഇങ്ങോട്ട് എപ്പോഴും പ്രശ്നമൊന്നും കേട്ടോ. കുമളി ഇതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ് തേക്കടി, കുമളി, ആ സ്ഥലങ്ങളൊക്കെ. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. താങ്ക് യു.